ഒന്നര വയസ്സുള്ള ഇഷാനിയുടെ അക്ഷരവഴി ഇവിടെ തുറക്കുകയാണ്. ഇഷാനിയെപ്പോലെ ഒരുപാട് കുരുന്നുകൾ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് പുസ്തകം മണക്കുന്ന നിയമസഭയിലേക്ക്. നിഷിലെ വിദ്യാർത്ഥി മിസിരിയയ്ക്ക് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പുസ്തകങ്ങളിലൂടെ കണ്ണോടിച്ച് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കഥകൾ അറിയുന്നു. കുട്ടികളുടെ വായനയിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ വായനയിൽ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരുപാട്, അല്ലെങ്കിൽ കോമിക്സിലൂടെ കുട്ടികളെ ഒരുപാട് വായനയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. മലയാള പുസ്തകങ്ങളിൽ റാം കെയർ ഓഫ് ആനന്ദി ആയിരുന്നാലും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടായിരുന്നാലും കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച പുസ്തകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കുട്ടി വായനക്കാർക്ക് നിരവധി സ്റ്റോളുകളാണുള്ളത്. ജാപ്പനീസ് മാംഗയ്ക്കാണ് കൂടുതൽ വായനക്കാർ. മലയാളത്തിലെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാലസാഹിത്യത്തെ കുറച്ച് ലളിതമായിട്ടാണ് നമ്മൾ കാണുന്നത്. ബാലസാഹിത്യത്തിന് മാത്രമായിട്ട് കുറച്ച് എഴുത്തുകാർ, അതൊരിക്കലും ആശാസ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓരോ നിയമസഭാ പുസ്തകോത്സവവും പ്രതീക്ഷയാണ്. സ്മാർട്ട് ഫോണുകളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും കാലത്ത് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക്, പുസ്തകങ്ങളിലേക്ക് കുരുന്നുകൾ എത്തുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷ. ക്യാമറമാൻ നല്ലൈ മുരുകനോടൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.